ഹായ് ഹലോ, നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് നോക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ സെൻറ്റർ HK കണ്ടുപിടിച്ച് 2 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 6 റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. ഒരു ലൈനിൽ 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാണ്. ഓക്കെ, എന്തായിരുന്നു ഡിസ്റ്റൻസ് ഫോർമുല? ആ 2 പോയിന്റ് x1 y1 x1 y1 x2 y2 ആണെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ പറയുന്നത് റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്ക് അത് വെച്ച് ഇവിടെ കണ്ടുപിടിക്കാം. റേഡിയസ് 6 കണ്ടുപിടിക്കാം. റേഡിയസ് 6 is equal to റൂട്ട് ഓഫ് x2 മൈനസ് x1 ആകുമ്പോൾ 4 മൈനസ് 2 എന്ന് പറയുന്നത് 2. ഓക്കെ, 2ൻ്റെ സ്ക്വയറ് പ്ലസ് y2 മൈനസ് y1 എന്ന് പറയുന്നത് 5 മൈനസ് 2 3യുടെ സ്ക്വയർ. ഓക്കെ, 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 പ്ലസ് 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9. 9 4 കൂടെ ആഡ് ചെയ്യുമ്പം 13 കിട്ടും. ഓക്കെ, റൂട്ട് 13. നമ്മുടെ ആൻസർ റൂട്ട് 13. അപ്പം നമുക്ക് ഇക്വേഷൻ ഓഫ് ദ സർക്കിളിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ എത്രയാണ് ഇവിടെ? 2. കെയും 2 തന്നെയാണ്. വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് 13. റൂട്ട് 13ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, സർക്കിളിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അത് നമ്മൾ ഇന്നലെ ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ ബാക്കി വെച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൻ്റെ സെൻറ്റർ മാത്രമേ നമ്മൾ അന്ന് ആ വീഡിയോയിൽ ചെയ്യാൻ പറ്റുള്ളൂ. സെൻറ്റർ HK മാത്രമേ കണ്ടുപിടിച്ചിരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ്സ് 4 1 ആൻഡ് 6 5 ആൻഡ് ഹൂ സെൻറ്റർ ഈസ് ഓൺ ദ ലൈൻ 4x പ്ലസ് y ഈസ് ഈക്വൽ ടു 16. നോക്കിക്കേ, ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം വിത്ത് കണ്ടീഷൻ ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ്സ് 4 1 ആൻഡ് 6 5. ഈ സർക്കിൾ ആണെങ്കിൽ ഈ 4 1 ആൻഡ് 6 5 എന്നീ പോയിന്റിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? ആൻഡ് ഹൂ സെൻറ്റർ ഈസ് ഓൺ ദ ലൈൻ 4x പ്ലസ് y ഈസ് ഈക്വൽ ടു 16. നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 4x പ്ലസ് y എന്ന് പറയുന്ന ഒരു ലൈനിൻ്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സെൻറ്റർ 4x പ്ലസ് y ഈസ് ഈക്വൽ ടു 16 എന്ന് പറയുന്ന ഒരു ലൈനിൻ്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കിക്കേ, അതായത് 4x പ്ലസ് y ഈസ് ഈക്വൽ ടു 16 എന്ന ലൈനിൻ്റെ ഭാഗമാണ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നുണ്ട്. അതായത് ലൈനിലെ ഏതൊരു പോയിന്റും നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഞാൻ HK എന്നെടുത്തു. നമുക്കറിയാം ലൈനിലെ ഏതൊരു പോയിന്റും ലൈനിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എക്സിനും വൈക്കും പകരം നമുക്ക് ഈ എച്ചും കെയും ഇട്ട് കൊടുത്ത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ലൈനിലെ ഏതൊരു പോയിന്റിൽ ലൈനിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഈ എച്ച് കെ എന്ന് പറയുന്നത് ഈ ലൈനിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എഴുതാം എക്സിന് പകരം എച്ച് എന്ന് എഴുതാം. 4h പ്ലസ് കെ ഈസ് ഈക്വൽ ടു 16 എന്ന് എഴുതാം. ഓക്കെ, അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നോക്കിക്കേ, ഇത് ഞാൻ എന്ന് കൊടുത്തു. ഈ സെൻറ്റർ O എന്നെടുത്തു. ഓക്കെ, OAയും നമ്മുടെ ഈ OBയും എന്താണ്? OAയും OBയും റേഡിയസ് അല്ലേ? അപ്പോൾ എനിക്ക് OA ഈസ് ഈക്വൽ ടു OB എന്ന് പറയാമോ? OA ഈസ് ഈക്വൽ ടു OB എന്ന് പറയാമല്ലോ. OAയും നമ്മുടെ OBയും എന്താണ്? റേഡിയസ് ആണല്ലോ.
ഇനി നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ഈ ഡിസ്റ്റൻസും കാണാമല്ലോ. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? ഈ ഡിസ്റ്റൻസ് എനിക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് ഒയെ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് h-4 ദ ഹോൾ സ്ക്വയർ പ്ലസ് k-1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. എങ്ങനെയാണ്? റൂട്ട് ഓഫ് h-4 ദ ഹോൾ സ്ക്വയർ പ്ലസ് k-1 ദ ഹോൾ സ്ക്വയർ ഓ എഴുതി. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എഴുതി ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട്. ഈക്വൽ ടു ഒ ബി എനിക്ക് എങ്ങനെ എഴുതാം? ഒ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് h-6 ദ ഹോൾ സ്ക്വയർ പ്ലസ് k-5. h-6 ദ ഹോൾ സ്ക്വയർ പ്ലസ് k-5 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമോ? ക്ലിയർ ആണോ? ഇനി നോക്കിക്ക്, രണ്ട് സൈഡിലും റൂട്ട് ഉണ്ടല്ലോ. അപ്പോൾ റൂട്ട് എനിക്കങ്ങ് ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇനി എങ്ങനെ എഴുതാം? h-4 ദ ഹോൾ സ്ക്വയർ പ്ലസ് k-1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു h-6 ദ ഹോൾ സ്ക്വയർ പ്ലസ് k-5 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമോ? ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇത് a-b ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. അപ്പം നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? h സ്ക്വയർ മൈനസ് 2 ഇൻറ്റു h ഇൻറ്റു 4. ഓക്കെ, 2 ഇൻറ്റു h ഇൻറ്റു 4 ചെയ്യുമ്പോൾ 2 ഇൻറ്റു h ഇൻറ്റു 4 ആണ് ചെയ്യേണ്ടത്. അപ്പം എനിക്ക് 8h എന്ന് കിട്ടും. 8h പ്ലസ് 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16 പ്ലസ് ഇവിടെയും ചെയ്യാം k സ്ക്വയർ മൈനസ് 2 ഇൻറ്റു k ഇൻറ്റു 1 ആണ്. ഓക്കെ, 2 ഇൻറ്റു k ഇൻറ്റു 1 2k പ്ലസ് 1 ഈക്വൽ ടു അപ്പുറത്ത് എക്സ്പാൻഡ് ചെയ്യാലോ. എങ്ങനെ ചെയ്യാടാ? h സ്ക്വയർ മൈനസ് 2 ഇൻറ്റു h ഇൻറ്റു 6 എന്ന് എഴുതാം. 2 ഇൻറ്റു h ഇൻറ്റു 6 മൈനസ് 12 h എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് 6ൻ്റെ സ്ക്വയർ 36. അതേപോലെ ഇവിടെ k സ്ക്വയർ മൈനസ് 2 ഇൻറ്റു k ഇൻറ്റു 5 അപ്പം 10k എന്ന് കിട്ടും. പ്ലസ് 5ൻ്റെ സ്ക്വയർ 25 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനി നോക്കിക്കേ, ഇനി രണ്ട് സൈഡിലും h സ്ക്വയർ ഉണ്ടല്ലോ. അപ്പോൾ അത് ക്യാൻസൽ ആയിപ്പോയി. ദെൻ രണ്ട് സൈഡിലും k സ്ക്വയർ ഉണ്ട്, അതും ക്യാൻസൽ ആയിപ്പോയി. ഇനി ബാക്കിയുള്ളത് എഴുതാം. -8h പ്ലസ് ഈ -12 വെച്ച് ഞാൻ ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താവും? +12 വെച്ചാവുമല്ലോ. +12 വെച്ച് ബാക്കി ഇവിടെ -2k. ഈ -10k ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പം +10k ആവും. +10k ഈക്വൽ ടു ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഒരു 36 ഉണ്ട്, ഒരു 25 ഉണ്ട്. 36 + 25. ഇനി ഇവിടെ ഒരു 16 ഉണ്ട്, ഒരു +1 ഉണ്ട്. 16 + 1 17. 17 അങ്ങ് ഈക്വലിന് അപ്പുറത്ത് വരുമ്പോൾ എന്താവും? -17 ആവും. ഓക്കെ, -17. ഇനി 12 വെച്ച് 8h പോയാൽ 12 വെച്ച് 8h പോയാൽ 4h പ്ലസ് 10kന്ന് 2k പോയാൽ 8k ഈക്വൽ ടു 36 + 25 -17. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? ഓക്കെ, ഇവിടെ 36 + 25 നമുക്ക് 61 കിട്ടും. -70. ഓക്കെ, 61 - 70 ചെയ്യുമ്പം ഈക്വൽ ടു 44 കിട്ടും. അപ്പം 4h + 8k ഈക്വൽ ടു 44. 4h + 8k ഈക്വൽ ടു 44 എന്ന് കിട്ടി. ഇതിൽ നിന്നെല്ലാം ഞാനൊരു 4 ഇങ്ങ് കോമൺ എടുത്ത്. ഇതിൽ നിന്ന് 4 കോമൺ എടുത്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 4 കോമൺ എടുത്ത് കഴിയുമ്പം h കിട്ടും. ഇതിൽ നിന്ന് 4 കോമൺ എടുത്ത് കഴിയുമ്പം 2k കിട്ടും. ഓക്കെ, ഇവിടെ നമ്മുടെ 44 ഉണ്ട്. ഞാൻ ഈ 4 കൊണ്ട് ഈ 44നെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ ക്രോസ് ആയിട്ട്. ഓക്കെ, നമുക്ക് ബാക്കി എന്ത് കിട്ടും? h + 2k ഈക്വൽ ടു 11 എന്ന് കിട്ടി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ്? h + 2k ഈക്വൽ ടു 11. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? 4h + k ഈക്വൽ ടു 16 ആയിരുന്നു. അതായിരുന്നു ഇക്വേഷൻ നമ്പർ 1. ഇനി നോക്കിക്കേ, ഞാൻ ഈ ഒന്നാമത്തെ ഇക്വേഷനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ 4hനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8h +
ഈ കെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2k ഇസ് ഈക്വൽ ടു 16 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32 എന്ന് കിട്ടും. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 3 എന്ന് ഈ ഇക്വേഷൻ നമ്പർ 2 നമുക്ക് മൈനസ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പം 8h ഇതാണ് ഇക്വേഷൻ നമ്പർ 3, ഇതാണ് ഇക്വേഷൻ നമ്പർ 3, ഇതാണ് ഇക്വേഷൻ നമ്പർ 2. 8h നിന്ന് ഒരു h പോയാൽ എന്താണ് കിട്ടുന്നത്? 7h. ഇനി 2k മൈനസ് 2k കെയുടെ ടേം ക്യാൻസലായിപ്പോയി. 32 മൈനസ് 11 32 മൈനസ് 11 21 എന്ന് കിട്ടും. ഓക്കെ, 7h is equal to 21 ആണെങ്കിൽ therefore h is equal to എന്ത് കിട്ടും? 21/7 is equal to 3 എന്ന് കിട്ടും. എച്ചിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. ഓക്കെ, അത് ഞാനൊരു ഇക്വേഷൻ നമ്പർ 2-നകത്ത് കൊടുക്കുകയാണെങ്കിൽ എച്ചിൻ്റെ വാല്യൂ ഫ്രം ഇക്വേഷൻ നമ്പർ 2-നകത്ത് കൊടുക്കുകയാണെങ്കിൽ എച്ചിൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 2-ൽ കൊടുക്കുന്നു. ഓക്കെ, എച്ചിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? 3. അപ്പോൾ 3 + 2k ഈസ് ഈക്വൽ ടു 11. ഓക്കെ, അതിൽ നിന്ന് 2k എന്ന് പറയുന്നത് 11 - 3 ഈക്വൽ ടു 11 - 3 എത്രയാണ്? 8 എന്ന് കിട്ടും. therefore k ഈസ് ഈക്വൽ ടു 8/2 4 എന്ന് കിട്ടും. കെയുടെ വാല്യൂ 4 എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമ്മുടെ സെൻറ്റർ എന്താണ്? സെൻറ്റർ HK എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? H3-ഉം K4-ഉം. നമ്മുടെ സെൻറ്റർ 3-4 എന്ന് കിട്ടും. നമ്മുടെ സെൻറ്റർ എന്താണ് കിട്ടിയത്? 3-4 എന്ന് കിട്ടും. ഇനി റേഡിയസ് കണ്ടുപിടിക്കാം. therefore റേഡിയസ് r is equal to റൂട്ട് ഓഫ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ഓക്കെ, റേഡിയസ് നമ്മൾ പറഞ്ഞു h-4 the whole square plus k-1 the whole square root of h-4 the whole square plus k-1 the whole square ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എച്ചിൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയല്ലോ 3. 3 - 4 the whole square plus k എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത്? k എന്ന് പറയുന്നത് 4. അപ്പം 4 - 1 the whole square എന്ന് കിട്ടും. ഓക്കെ, 3 - 4 - 1 -1 the whole square root of -1 the whole square plus 4 - 1 3യുടെ സ്ക്വയർ എന്ന് കിട്ടും. -1 the whole square -1 the whole square 1 ആണ്. 1 + 3ൻ്റെ സ്ക്വയർ 9. അപ്പം റൂട്ട് 10 എന്ന് കിട്ടി. ഓക്കെ, നമ്മുടെ റൂട്ട് 10 എന്ന് കിട്ടി. ഓക്കെ, റേഡിയസ് എത്രയാണ്? റൂട്ട് 10 എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് which implies എങ്ങനെ എഴുതാം? x - h the whole square plus y - k the whole square is equal to r square. ഓക്കെ, x - h എത്രയാണ്? 3 the whole square plus y - k എത്രയാണ്? 4 the whole square is equal to root 10ൻ്റെ സ്ക്വയർ. ഓക്കെ, therefore എങ്ങനെ എഴുതാം നമുക്ക്? therefore x - 3 the whole square plus y - 4 the whole square is equal to 10 square എന്ന് കിട്ടി. ഓക്കെ, ഓക്കെ, നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൺസിഡർ ദ സർക്കിൾ സി x² + y² - 4x + 6y - 12 is equal to 0. അതിന് 2 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് എ പാർട്ട് എന്ന് പറയുന്നത് ഫൈൻഡ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, നമുക്ക് ആദ്യം അത് ചെയ്യാം. റേഡിയസും സെൻറ്ററും കണ്ടുപിടിക്കുക. ഓക്കെ, ഓക്കെ, നമ്മൾ സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണെന്നാണ് പഠിച്ചത്? x² + y² + 2gx + 2fy + c is equal to 0. ഇതാണ് സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇതിൽ നിന്ന് സെൻറ്റർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം -g - f ആയിരിക്കും. റേഡിയസ് എന്ന് പറയുന്നത് √g² + f² - c ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് ജിയും എഫും കണ്ടുപിടിച്ച് സെൻറ്റർ കണ്ടുപിടിക്കാം ആദ്യം. ഓക്കെ, നമുക്ക് 2g എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ അത് നോക്കിയേ. 2gx എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് 2g എന്ന് പറയുന്നത് -4 ആണെന്നുണ്ടെങ്കിൽ g എന്ന് പറയുന്നത് -2 ആയിരിക്കും. ഓക്കെ, അതേപോലെ 2f എന്ന് പറയുന്നത് എത്രയാണ്? 2f വൈയുടെ കോയഫിഷ്യൻറ്റ് ഇവിടെ എത്രയാണ്? 6. വൈയുടെ കോയഫിഷ്യൻറ്റ് 6 ആണ്. ഓക്കെ, അതുകൊണ്ട് 2f is equal to 6 എന്ന് കിട്ടി. f is equal to 6/2 3 എന്ന് കിട്ടി. ഓക്കെ, ജിയും എഫും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെൻറ്റർ എന്ന് പറയുന്നത് -g - ആയിരിക്കും. ഓക്കെ, -g എന്ന് പറയുന്നത് നോക്കിക്കേ, മൈനസ് ഓഫ് ജിയുടെ വാല്യൂ എത്രയാണ്? -2, എഫിൻ്റെ വാല്യൂ -f എഫിൻ്റെ വാല്യൂ 3 -3. ഓക്കെ,
അപ്പോൾ സെൻറ്റർ എന്ന് പറയുന്നത് ഈ മൈനസും കൂടെ പ്ലസ് ആവും. 2 - 3 എന്ന് കിട്ടും. സെൻറ്റർ 2 - 3 നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ജിയും എഫും കിട്ടിക്കഴിഞ്ഞാൽ, സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഇനി റേഡിയസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? √(g² + f² - c അല്ലേ? നോക്കിക്കേ, ജി എത്രയാണ് നമുക്ക് കിട്ടിയത്? -2. -2ൻ്റെ സ്ക്വയർ പ്ലസ് എഫ് എത്രയാണ്? 3. 3യുടെ സ്ക്വയർ മൈനസ് സി എത്രയാണ്? നോക്കിക്കേ, ഇവിടെ സി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? -12. ഓക്കെ, അപ്പം -c ആവുമ്പം -12 എന്ന് കിട്ടും. ഓക്കെ, √(-2ൻ്റെ സ്ക്വയർ 4, മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആവും, 2ൻ്റെ സ്ക്വയർ 4. ഓക്കെ, 3ൻ്റെ സ്ക്വയർ 9. ഈ മൈനസും കൂടെ പ്ലസ് ആവും, +12 എന്ന് കിട്ടും. അപ്പം നമുക്ക് എത്ര കിട്ടും? √25 എന്ന് കിട്ടും. ഓക്കെ, therefore radius r is equal to √25, 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ സെക്കൻഡ് പാർട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് അനദർ സർക്കിൾ വിച്ച് ഈസ് കോൺസെൻട്രിക് വിത്ത് ദ സർക്കിൾ സി. അതായത് വേറൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്? കോൺസെൻട്രിക് വിത്ത് സർക്കിൾ സി എന്ന് പറയുന്ന സർക്കിളിന് കോൺസെൻട്രിക് സർക്കിളാണ്. ആൻഡ് ഡബിൾ ദ റേഡിയസ് ഡബിൾ ആവുകയും ചെയ്യും. ഓക്കെ, നോക്കാം. കോൺസെൻട്രിക് സർക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? സെൻറ്റർ സെയിം ആയിട്ടുള്ള സർക്കിളിനെയാണ് കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയുന്നത്. അതായത് ഇത് ആദ്യത്തെ സർക്കിൾ സി, ഇത് ഇപ്പോൾ വരച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ട സർക്കിൾ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ സെയിം അല്ലേ? ഇതാണ് കോൺസെൻട്രിക് സർക്കിൾ. അതേപോലെ ഇപ്പോൾ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, റേഡിയസ് എങ്ങനെയാവും എന്നാണ് പറഞ്ഞത്? ഡബിൾ ആവുമെന്ന് പറഞ്ഞു. ഓക്കെ, ആദ്യത്തേൻ്റെ 5 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തേൻ്റെ റേഡിയസ് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേൻ്റെ റേഡിയസ് എത്രയായിരിക്കും? ഡബിൾ ആവുമെന്ന് പറഞ്ഞില്ലേ? 10 ആവും. റേഡിയസ് എത്രയാവും? 10 ആവും. ഓക്കെ, നമുക്ക് സെൻറ്റർ സെയിം അല്ലേ? സെൻറ്റർ -g - f എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നല്ലോ. എത്രയാണ് നമുക്ക് കിട്ടിയത്? 2 - 3 എന്ന് കിട്ടും. ഓക്കെ, സെൻറ്റർ 2 - 3 എന്ന് കിട്ടി. സെൻറ്റർ തന്നാൽ റേഡിയസ് കണ്ടുപിടിക്കുക. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? സെൻറ്റർ HK ആണെങ്കിൽ നമ്മൾ സർക്കിളിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് പഠിച്ചത്? x - h² + y - k² = r² അല്ലേ? അപ്പം നമുക്ക് എന്തോ പറയാം? ഇക്വേഷൻ ഓഫ് കോൺസെൻട്രിക് സർക്കിൾ. ഓക്കെ, കോൺസെൻട്രിക് സർക്കിൾ ഇക്വേഷൻ ഓഫ് കോൺസെൻട്രിക് സർക്കിൾ നമുക്ക് എങ്ങനെ പറയാം? x - h എത്രയാണ്? h എന്ന് പറയുന്നത് 2 അല്ലേ? ഓക്കെ, 2ൻ്റെ സ്ക്വയർ പ്ലസ് y എന്ന് പറയുന്നത് എത്രയാണ്? -3. ഓക്കെ, k എന്ന് പറയുന്നത് -3. കാരണം എന്ന് വെച്ചാൽ സെൻറ്റർ 2 - 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം h 2 ആവും, k എന്ന് പറയുന്നത് -3 ആവും. ഓക്കെ, x - -2² y - k അല്ലേ? y - kയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? -3 എന്ന് കിട്ടും. ഓക്കെ, = r². r എത്രയാണ് നമുക്ക് കിട്ടിയത്? റേഡിയസ് ഡബിൾ ആവുമെന്ന് പറഞ്ഞില്ലേ? അപ്പം നമ്മൾ നേരത്തെ റേഡിയസ് r കണ്ടുപിടിച്ചത് 5 ആയിരുന്നു. അതിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 10. ഓക്കെ, 10ൻ്റെ സ്ക്വയർ. അപ്പം നമ്മുടെ ഇക്വേഷൻ ഓഫ് ദ കോൺസെൻട്രിക് സർക്കിൾ ഈസ് x - 2² + y + 3² = 10² എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ സ്ക്വയർ ഉണ്ടേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. വിവിധ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തപ്പിയെടുത്ത് ചെയ്ത പ്രോബ്ലംസ് ആണ്. ഓക്കെ, അത് നന്നായി ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ പറയാനുള്ളത് പരാബോള, എലിപ്സ്, ഹൈപ്പർബോള. ഓക്കെ, ഈ പരാബോള നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക്